ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പൊല്യൂഷൻസ് ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിലൊക്കെ തങ്ങി നിന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. പിമ്പിൾസ് ഉണ്ടാവും, ഡാർക്ക് സ്പോട്ട് ഉണ്ടാവും, ബ്ലെമിഷസ് ഉണ്ടാവും, ചുളിവുണ്ടാവും എന്ന് വേണ്ട ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫേഷ്യൽ അല്ലെങ്കിൽ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ മാസത്തിൽ 4 പ്രാവശ്യമെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫേസ് മാസ്ക് അല്ലെങ്കിൽ പീൽ ഓഫ് മാസ്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഡൈ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ ചാർക്കോൾ പൗഡറിൻ്റെ കൂടെ അലോവേരയോ അല്ലെങ്കിൽ എന്തെങ്കിലും പീൽ ഓഫ് നമ്മൾ കടയിൽ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓൺ ആയിട്ട് തന്നെ, അതായത് നമ്മുടേതായിട്ട് തന്നെ പീൽ ഓഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നോർമലി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇതേപോലെ പീൽ ഓഫ് വാങ്ങിച്ച് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ഫേസിലൊന്ന് അപ്ലൈ ചെയ്താലും മതി. ജസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ പീൽ ഓഫ് ഒക്കെ എസ്പെഷ്യലി അപ്ലൈ ചെയ്യുമ്പം എടുക്കാവുള്ളൂ ടൈം. ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കരുത്. ഒരു കാര്യം ഞാൻ സിംപ്ലി പറയാം, നമ്മൾ മാക്സിമം അതായത് പീൽ ഓഫ് ആണെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒരു ബൗളിൽ എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പം ഈവനായിട്ട് എൻ്റെ സ്കിന്നിൽ നല്ലോണം എല്ലായിടത്തും എത്തുന്നുണ്ട്. അല്ലാതെ നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിൽ കയ്യിൽ കുറച്ച് പറ്റിയിരിക്കും. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ റീഅപ്ലൈ ചെയ്യുമ്പം എക്സാക്ട്ലി ശരിക്കും പറ്റില്ല, ആദ്യം പറ്റിയ ഭാഗത്തുനിന്ന് ഉരിഞ്ഞു വരും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതിനൊരു ഒറ്റ സൊല്യൂഷനായിട്ട് നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈവനായിട്ട് നമ്മുടെ സ്കിൻ ഓവറോൾ എത്തും. അപ്പോൾ മാക്സിമം നിങ്ങൾ ബ്രഷ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പൊല്യൂഷൻസ് കാരണമൊക്കെ ഒരുപാട് ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കും. അതൊക്കെ നല്ലോണം നമുക്ക് റിമൂവ് ആക്കാനും പിന്നെ നമ്മുടെ പോഴ്സ് ഭയങ്കര എൻലാർജ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും ടിപ്പിക്കലി നമുക്കറിയാമല്ലോ, ആ ഒരു ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് അത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ്. നമ്മൾ കട്ടിക്ക് ആ ഒരു നോസിൻ്റെ ഏരിയയും നമ്മുടെ ചീക്കിൻ്റെ ഏരിയാസിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഡ്രൈ ആകുമോ എന്ന് ചിലർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ വൈറ്റമിൻ ഇ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതായത് വൈറ്റമിൻ ഇ ഓയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവില്ല. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ആ ഒരു കാര്യം ഓർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സെബം പ്രൊഡക്ഷൻ നല്ലോണം റെഡ്യൂസ് ചെയ്യും. ആക്ച്വലി ഈ ഒരു സെബം ഒക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു എണ്ണയും മെഴുക്കൊക്കെ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരുവൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ നല്ലോണം റെഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മാസത്തിൽ നമ്മളൊരു 4 ടൈംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. വീക്കിലി വേണമെങ്കിൽ മാക്സിമം 2 ടൈംസ്, അല്ലാതെ നമ്മൾ 3, 4, 5 പ്രാവശ്യം ഒന്നും ചെയ്യരുത് കേട്ടോ. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ പീൽ ഓഫ് മാസ്ക് അല്ലെങ്കിൽ മാസ്ക് എന്നൊക്കെ പറയുമ്പം നമ്മുടെ സ്കിൻ നല്ലോണം കുറച്ചൊന്ന് ഡ്രൈ ആക്കും. ഓവറായിട്ട് ഡ്രൈ ആവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വൈറ്റമിൻ ഇ ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതായത് ബിഫോർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മസ്റ്റായിട്ടും ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം നല്ലോണം ക്ലെൻസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കിയാൽ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. മാസ്ക് ഒക്കെ നമ്മൾ മാക്സിമം പീൽ ഓഫ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ വാഷ് ഓഫ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ടൈം ലിമിറ്റ് എന്ന് വെച്ചാൽ 15 മിനിറ്റാണ്, മാക്സിമം 20 മിനിറ്റാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആവും. നമ്മൾ ഇതേപോലെ ഉരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രോപ്പറായിട്ട് റിമൂവ് ആയി വരുന്നുണ്ട്. പക്ഷേ എക്സാക്ട്ലി നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചൊക്കെ ഇരിക്കും. അത് നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മൾ ഇളക്കി കളയണം. പിന്നെ മെയിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ബാക്ടീരിയാസ് നല്ലോണം റിമൂവ് ആകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇതൊന്ന് റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ലൈറ്റ് നീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും ഈ ഒരു പീൽ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ചെയ്തിരിക്കണം. പീൽ അവേ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ആലോവേര ജെല്ല് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എക്സാക്ട്ലി ആ ഒരു മോയ്സ്റ്റ് ആൻഡ് ഹൈഡ്രേഷൻ ലെവൽ കൊണ്ടുവരാൻ നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ നല്ലോണം സ്മൂത്തനാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പീൽ ഓഫ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഓവർ ഡ്രൈയിങ് ആവില്ല. വൈറ്റമിൻ ഇ ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ഡ്രൈനെസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സാക്ട്ലി നല്ലൊരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് സ്കിന്നും ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് ആഫ്റ്റർ അതായത് പീൽ അവേ ചെയ്ത് കഴിയുമ്പോൾ ഫീൽ ആവും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാസത്തിൽ ഒരു 4 ടൈംസ് ഒക്കെ ചെയ്താലും മതി. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.